ശ്രീ ജോർജ് പൊടിപ്പാറ, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമ്പോൾ ഒരു കോൺഗ്രസ് MLA കൂടി വരുന്നു എന്നതിൽ സന്തോഷമുണ്ടെന്നാണ് തരൂർ പ്രതികരിച്ചത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ ആൾ തരൂരാണെന്ന സർവേ പങ്കുവെച്ചുകൊണ്ടാണ് തരൂർ മറ്റൊരു വിവാദത്തിന് തുടക്കമിട്ടത്. അപ്പോൾ കോൺഗ്രസിലാണെന്ന് തോന്നിപ്പിക്കുകയും അതേസമയം നരേന്ദ്രമോദിയെ, ദേശീയതയെ, രാജ്യസ്നേഹത്തെ ഒക്കെ പ്രകീർത്തിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു തരൂർ. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ തരൂരിനെ. തരൂര് ഒരു കടങ്കഥയായി മാറുകയാണെന്ന് തോന്നുന്നു. തരൂര് എവിടെയാണ് നിൽക്കുന്നത്? തരൂര് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആത്യന്തികമായിട്ട് അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത്? നമുക്ക് അറിഞ്ഞുകൂടാ. സത്യത്തിൽ വല്ലാത്തൊരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുകയാണ്. ഗോപകുമാർ സാർ അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. തരൂരിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഓടിച്ചെന്ന് BJP ചേരാൻ അദ്ദേഹത്തിന്റെ പഴയകാല പ്രസ്താവനകളും നിലപാടുകളും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളും പുസ്തകങ്ങളും ഒക്കെ തടസ്സമാകും. BJPക്ക് പോലും അങ്ങനെ അങ്ങോട്ട് അദ്ദേഹത്തെ വെള്ളം തൊടാതെ, കൈക്കല കൂടാതെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോ കോൺഗ്രസിനെതിരെ അദ്ദേഹം പറയുന്നത് BJPക്ക് ഉപയോഗപ്പെടുന്ന പോലെ തന്നെ മുമ്പ് BJPക്കെതിരെ അദ്ദേഹം BJPക്കാരനല്ലാതിരുന്ന കാലഘട്ടത്തിൽ, കോൺഗ്രസിന്റെ ഉറച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം BJPക്കെതിരെ അതിന്റെ വർഗീയതയെക്കുറിച്ച്, അതിന്റെ എന്താ പറയാ ഭിന്നിപ്പിക്കൽ തന്ത്രങ്ങളെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് അദ്ദേഹത്തിന് അന്ന് BJPക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ഏതായാലും ഇപ്പോ സംഭവിച്ച, താങ്കൾ നിലമ്പൂരിന്റെ കാര്യം പറഞ്ഞു. നമുക്ക് നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ നിലമ്പൂരിൽ പ്രചരണം നടക്കുന്ന സമയത്ത് ശശി തരൂര് വലിയ ഉത്തരവാദിത്തങ്ങളുമായിട്ട് അദ്ദേഹം BJP കൊടുത്ത, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഏൽപ്പിച്ചു കൊടുത്ത ആ സർവകക്ഷി പ്രതിനിധി സംഘത്തിലെ ഒരു സംഘത്തിന്റെ തലവനായി വലിയ ദൗത്യവുമായിട്ട് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങളിലും സന്ദർശനം നടത്തി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹം പോയിരിക്കുകയായിരുന്നു. അതൊരു പക്ഷേ ഏറ്റവും നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ആളുകളിൽ ഒരാള് ശശി തരൂരാണെന്നും അദ്ദേഹത്തെ കോൺഗ്രസ് കൊടുത്ത 4 പേരുടെ, ഗവൺമെന്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് കൊടുത്ത 4 പേരുടെ പട്ടികയിൽ ആദ്യമേ തന്നെ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കും സംശയമില്ല. അവിടെ ആ പേര് ഉൾപ്പെടുത്താൻ പാർട്ടി മടുപ്പ് കാണിച്ചത് ഒരുപക്ഷെ ശശി തരൂരിന് പാർട്ടിയോടുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് ഹൈക്കമാൻഡിന് നേരത്തെ തന്നെ സംശയം തോന്നിയിട്ടുണ്ടാവാം. കൂടുതൽ വലിയ പദവികളിലേക്ക് അദ്ദേഹം പാർട്ടി നിയോഗിക്കുകയും ഒടുവിൽ ആ പാർട്ടിയോട് ഈ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ കൂടുതൽ വലിയ എന്താ പറയാ, അദ്ദേഹത്തിന് കൂടുതൽ ഇമേജും പ്രതിച്ഛായയും ഉണ്ടാക്കി കൊടുക്കണോ എന്നുള്ളൊരു സംശയം പാർട്ടിക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ. അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ന് വരാം. പക്ഷെ ഏതായാലും അത് ചെയ്യേണ്ടതായിരുന്നു. ഒടുവിൽ കോൺഗ്രസ് പാർട്ടി അത് അംഗീകരിക്കുകയും അദ്ദേഹം ഈ പദവി സ്വീകരിച്ചതിന് ശേഷമാണ് പാർട്ടിയെ അറിയിച്ചതെങ്കിൽ കൂടി പിന്നീട് പാർട്ടി ആ കാര്യത്തിൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ മഹാമനസ്കതയോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു വിശാലമായ ഒരു സമീപനം സ്വീകരിച്ച് അദ്ദേഹത്തിന് പോകാൻ അനുവദിച്ചു. അദ്ദേഹത്തിന് ആ സംഘത്തിന്റെ തലവനാകാൻ വിരോധമില്ല, അതിൽ നിശബ്ദത പാലിച്ച അത് അംഗീകരിച്ചു വിട്ടു. പക്ഷെ എന്നിട്ടും അദ്ദേഹം ചെയ്യുന്നത് എന്താ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നിരന്തരമായിട്ട് അദ്ദേഹം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇത് താങ്ങാൻ പറ്റും. ഇന്നലെ എൻ്റെ കൂടെ ഒരു ചർച്ചയിലിരുന്ന ഒരാൾ പറയുന്നത് കേട്ടു, ഇതിനേക്കാൾ വലിയ CPM-ല് സോമനാഥ് ചാറ്റർജിയെ പോലെ ഒരാൾ നിരന്തരമായിട്ട് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ ചില പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ടുണ്ടായപ്പോ സോമനാഥ് ചാറ്റർജിയെ പോലെ ഒരാളെ പോലും ആ നിലപാടുകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ധൈര്യം CPM കാണിച്ചു എന്ന് പറയുന്നു. ഏതായാലും സോമനാഥ് ചാറ്റർജിയും CPM-ഉം ആയിട്ടുള്ള ഒരു ബന്ധമൊന്നും ഈ ശശി തരൂരും കോൺഗ്രസുമായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം അദ്ദേഹം അതിനു മുമ്പ് ഐക്യരാഷ്ട്രസഭയുടെ 10 അണ്ടർ സെക്രട്ടറി ജനറൽ ഒരാളായിട്ട്, അല്ലെങ്കിൽ 9 ആണ് കൃത്യമായിട്ട്, 10 9 അതിൽ ഒരാളായി അദ്ദേഹം പിന്നീട് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു. അവിടെ അമേരിക്കയുടെ വീറ്റോ പ്രയോഗത്തിൽ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അമേരിക്കയുടെ വീറ്റോ പ്രയോഗത്തിൽ വീണ് അദ്ദേഹം എവിടെയും എത്താതെ അവിടുത്തെ ഉദ്യോഗം മതിയാക്കി വന്നൊരു ഘട്ടത്തിൽ അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ചേർന്നാണ് ഇദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾ വരൂ. അന്ന് BJPയുടെ നേതാക്കളോ AB വാജ്പേയിയോ ലാൽകൃഷ്ണ അദ്വാനിയോ അല്ലെങ്കിൽ സാക്ഷാൽ നരേന്ദ്രമോദിയോ ഒന്നും അല്ല അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹത്തെ ക്ഷണിച്ചത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് മൻമോഹൻ സിംഗ് നേരിട്ട് സോണിയാഗാന്ധിയുടെ എല്ലാ പിന്തുണയോടെ അദ്ദേഹത്തെ ക്ഷണിച്ച് പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല സീറ്റ്, അതായത് അദ്ദേഹത്തെ പോലെയുള്ള ഒരു വൈബ്രന്റ് പേഴ്സണാലിറ്റിക്ക് അല്ലെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയ്ക്ക് ഏറ്റവും സ്വീകാര്യത ലഭിക്കുന്ന, അദ്ദേഹത്തിന്റെ കഴിവുകൾക്ക്, അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരവും ആദരവും ലഭിക്കാൻ ഇടയുണ്ടെന്നുള്ള തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലത്തിൽ, ഏറ്റവും കൂടുതൽ എലൈറ്റ് വോട്ടേഴ്സ് ഉള്ള ഒരു മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു. അവിടെ മത്സരിക്കാൻ കോൺഗ്രസിന് ആളില്ലാത്തതുകൊണ്ടാണ്.
അദ്ദേഹത്തെ അവിടെ നിർത്തി. സോണിയാഗാന്ധി തന്നെയാണ് പറഞ്ഞത് അവിടെ തന്നെ ആ സീറ്റ് തന്നെ കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ചു, വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. ആ ജയിപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ഊഴത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര പരിചയം, നേരത്തെ ഗോകുമാർ സാർ പറഞ്ഞ ആ വാക്ക് ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. അതായത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ കഴിയുക, അദ്ദേഹത്തിന്റെ കഴിവും പ്രാഗൽഭ്യവും ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അപ്പോൾ അതിന് ഏറ്റവും സഹായകമായ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വകുപ്പിലേക്ക്, വിദേശകാര്യ വകുപ്പിൽ അദ്ദേഹത്തെ സഹമന്ത്രിയായിട്ട് നിയോഗിച്ചു. ഇപ്പൊ ചോദിക്കാം, ക്യാബിനറ്റ് മന്ത്രി പദം കൊടുത്തില്ലല്ലോ, സഹമന്ത്രി സ്ഥാനമല്ലേ കൊടുത്തുള്ളൂ എന്ന്. അന്ന് ആരായിരുന്നു ക്യാബിനറ്റ് മന്ത്രി? സാൽമൻ ഖുർഷിദിനെ പോലെ ഒരാളായിരുന്നു. അപ്പൊ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാള് ആ വിദേശകാര്യ അതിന്റെ ക്യാബിനറ്റ് റാങ്കിലും. ശശി തരൂർ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ല, രാഷ്ട്രീയത്തിലും അല്ല, ഈ തരം ഭരണത്തിലും അല്ല. അങ്ങനെ ഒരാളെ ആദ്യം തന്നെ ആ പോസ്റ്റ് കൊടുത്ത് അദ്ദേഹത്തെ ആ പദവിയിൽ അവരോധിച്ചു. ഇപ്പൊ 4 തവണ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചു. ഈ 4 തവണയും നമുക്കറിയാം, ഇപ്പൊ ഈ ഏറ്റവും ഒടുവിൽ വന്നൊരു സർവേയില് 28% പേര് ശശി തരൂരിനെ മുഖ്യമന്ത്രിയാകാൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ സർവേ ടീമിന്റെ ഇതിനെ കുറിച്ച്, അതിന്റെ ഓതന്റിസിറ്റിയെ കുറിച്ചൊക്കെ ബലമായ സംശയമുണ്ട്. 3-4 മാസം മുമ്പ് മാത്രം രൂപീകരിക്കപ്പെട്ട ഒരു എന്താ പറയാ ഷാഡോ ആയിട്ടുള്ള, ഷെയ്ഡി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവർ നടത്തിയ ആ സർവേയിൽ പിണറായി വിജയനേക്കാൾ മുകളിൽ പെർസെന്റേജ് കിട്ടുന്ന ശൈലജ ടീച്ചർക്ക്, ഈ പറഞ്ഞ വി ഡി സതീശിനേക്കാൾ കൂടുതൽ ശശി തരൂരിന്. ഇതൊക്കെ എത്ര കണ്ട് വിശ്വസിക്കുക? ആകപ്പാടെ അതിന്റെ കണക്കുകളൊക്കെ പുറത്തു വന്ന് 100-500 പേരൊക്കെയാണ് അത് ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ അതിനകത്ത് എന്ത് തരത്തിലുള്ള സർവേ, എത്രത്തോളം സാമ്പിൾ എടുത്തിട്ടുണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും അത് പുറത്തു വിട്ടു. അദ്ദേഹം അത് ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്ത് ഞാനിപ്പോഴും യോഗ്യനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിരിക്കട്ടെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ശശി തരൂരിനെ കുറിച്ചുള്ള നമ്മുടെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ കാലിബറിനെ കുറിച്ചോ, അദ്ദേഹത്തിന്റെ ആ പാണ്ഡിത്യത്തെ കുറിച്ചോ, അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ ചിന്തയിലെ തെളിമയെ കുറിച്ചോ ഒന്നും നമുക്ക് സംശയമില്ല. അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യത്തെ കുറിച്ച്, ആ അനർഗളമായ ആ ഇംഗ്ലീഷ് നിർഗളനം, അദ്ദേഹത്തിന്റെ ആ ഇംഗ്ലീഷിലുള്ള അപാരമായ ഒരു വഴക്കം, അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിൽ നിന്ന് ഏറെ ആദരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ ക്ഷണിച്ച് പ്രസംഗിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ മതേതരത്വത്തെക്കുറിച്ചും ബഹുസ്വരതയെക്കുറിച്ചും ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ചും ഇന്ത്യയുടെ സമ്പന്നമായ ആ ഒരു എന്താ പറയാ ഭൂതകാലത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ആരെയും എന്താ പറയാ വേറൊരു വിധാനത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക് പുതിയ ഉൾക്കാഴ്ചകൾ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് അറിവ് ആവശ്യത്തിന് അധികമുണ്ട്. പക്ഷെ ഇപ്പൊ സമീപകാലത്ത് നമുക്ക് തോന്നുന്നൊരു സംശയം, ഈ അറിവിന് ആനുപാതികമായ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. ഒന്നുകിൽ ആ തിരിച്ചറിവ് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയുള്ള തിരിച്ചറിവായി മാറുന്നു, അല്ലാതെ നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ച എന്താ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ആണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നത്. ആ കോൺഗ്രസ്സിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും മുൻകൈ എടുത്ത് അദ്ദേഹത്തെ നിർത്തുന്നു. ആ 4 തവണ തുടർച്ചയായിട്ട് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിർത്തി ജയിപ്പിക്കുന്നു. ഇന്നും ആ സോണിയാഗാന്ധി കോൺഗ്രസിലുണ്ട്. അവര് പ്രധാനപ്പെട്ട ഒരു ഇതിലിരിക്കുമ്പോ ആ സോണിയാഗാന്ധിയെ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഇത് വേണ്ടേ? എന്നെ ഞാനാക്കിയ, അല്ലെങ്കിൽ എന്നെ ഇന്ന് ഈ കാണുന്ന രാഷ്ട്രീയത്തിൽ എനിക്ക് ഈ കാണുന്ന അഡ്രസ് ഒക്കെ ഉണ്ടാക്കി തന്ന ആ ഒരു ഘട്ടത്തിൽ, ഇപ്പൊ BJPക്ക് പ്രധാനമന്ത്രിക്കൊക്കെ പിന്തുണ കൊടുക്കുന്ന അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് ഏത് രീതിയിലാണ് അദ്ദേഹത്തെ വേട്ടയാടാൻ ശ്രമിച്ചതെന്നും ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തെ കുരുക്കാൻ ശ്രമിച്ചുവെന്നും ഉള്ളതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അന്നൊന്നും ഒരു ദാക്ഷിണ്യവും അദ്ദേഹത്തോട് കാണിച്ചിട്ടില്ല ഈ BJP സർക്കാർ. അന്നും കോൺഗ്രസ് അദ്ദേഹത്തെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിന് എന്താ പറയാ ഏതെങ്കിലും പിന്തുണ കുറയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൂടെ നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ച ആ പാർട്ടിയോട് ഒരു നിർണായക ഘട്ടത്തിൽ, ഇപ്പോഴത്തെ പോലെ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ പറയുന്നതൊന്നും അല്ല പ്രശ്നം. നിരന്തരമായിട്ട് അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആ പാർട്ടിയെ വിഷമോർത്തത്തിലാക്കുന്ന രീതിയിൽ പറയുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട്. വേറെ ഏതെങ്കിലും പാർട്ടി ഞാൻ താങ്കളോട് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കുന്നത്, ഇത് BJPയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം BJPയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയോ മറ്റോ ആണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നതെങ്കിൽ, അഭിപ്രായം പറയുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? കോൺഗ്രസ് കുറെ കൂടി ഉദാരതയുള്ള ഒരു പാർട്ടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയാൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം നിലനിൽക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ പുറത്താക്കി രക്തസാക്ഷി പരിവേഷം കൊടുക്കുന്നില്ല, അദ്ദേഹത്തിന് MP സ്ഥാനം നിലനിർത്തുന്നില്ല എന്നുള്ളൊരു തന്ത്രപരമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാകാം
കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ ശരി, നടപടി നമുക്ക് എടുക്കാത്തത്? അടുത്ത ഞാൻ ഘട്ടത്തിൽ ഇതൊക്കെ വിചാരിക്കുന്നത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചുരുങ്ങിയ